എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയ സ്വർഗനാഥനെന്നിൽ ആഗതനാ സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ എൻ സർവസ്വമേ ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ എൻ സർവസ്വമേ ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു അവിവേകിയ അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ അലിവോടെ നിൻ മകനാക്കണേ ലോകപാത ഞാൻ വെടിയ ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ പ്രത്യേകമായി ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. റോമാലേഖനം 9-ാം അധ്യായം 16-ാം വചനം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കുടുംബജീവിതം, ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പാദ്യങ്ങൾ, എൻ്റെ പേര്, പ്രശസ്തി, സുഹൃത്തുക്കൾ എല്ലാം അവൻ്റെ ദാനമാണ്. അവൻ കരുണ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുന്നത്. സുഭാഷിതങ്ങൾ 16:3 ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഈ ആരാധനയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയും ദയയും പ്രത്യേകമാംവിധം നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ദൈവം ദയ തന്നിട്ടുള്ള, കരുണയോടെ വർത്തിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും നന്ദിയോടെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഉള്ളുകൊണ്ട് ഈശോയോട് പറയാം, ദൈവമേ നന്ദി. സംഭവിക്കാമായിരുന്ന അപകടങ്ങളിൽ നിന്ന് ദൈവം കാത്തുരക്ഷിച്ചു. ചെന്ന് പതിക്കാമായിരുന്ന കെണികളിൽ നിന്ന് ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി നമ്മെ സംരക്ഷിച്ചു.
ചില മാരക രോഗങ്ങളിൽ നിന്ന് കർത്താവ് പ്രത്യേകമാംവിധം നമുക്ക് സംരക്ഷണവും ചികിത്സയും നൽകി. ദൈവത്തിൻ്റെ ദയ അനന്തമാണ്, കരുണയോ അവസാനിക്കാത്തതും. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു. ചങ്കോടടച്ചവനേ, നിന്നിൽ ഞാൻ ചാരിടുന്നു. കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമാ സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു. ചങ്കോടടച്ചവനേ, നിന്നിൽ ഞാൻ ചാരിടുന്നു. നിന്നിൽ ഞാൻ ചാരിടുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വചനത്തിൽ നിയമജ്ഞൻ ഈശോയെ പരീക്ഷിക്കുവാൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവൻ്റെ ചോദ്യം ഇതാണ്: ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്നാണ് യേശു മറുചോദ്യം ചോദിക്കുക. അതിനവൻ ഉത്തരവും നൽകുന്നുണ്ട്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. സഹോദരങ്ങളെ, നോമ്പിൻ്റെ ദിനങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കേണ്ട സമയങ്ങളാണ്. മനോഹരമായ ഒരു ഉപമ ഈശോ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വചനങ്ങളിൽ, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനം അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ച് അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. സഹോദരങ്ങളെ, സ്നേഹവും ജാഗ്രതയും ഏറെ പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ട്, നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് ചുറ്റും മുറിവേൽക്കുന്ന ജീവിതങ്ങളുണ്ട്, അവഗണിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഈ കാലഘട്ടം ഒരുപാട് മുറിവേറ്റവർ ജീവിക്കുന്ന കാലഘട്ടമാണ്. ബാല്യം മുതലേ ലൈംഗികമായി മുറിവേറ്റവരുണ്ട്. അധികാരികളുടെ പ്രത്യേകമായ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് മുറിവേറ്റവരുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ മുറിവേറ്റവരുണ്ട്.
സുഹൃത്തുക്കളുടെ വഞ്ചന കൊണ്ട് മുറിവേറ്റവരുണ്ട്. ചരിത്രം പഠിപ്പിക്കും, മുറിവേറ്റവൻ എന്നും മുറിവേൽപ്പിക്കും. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനം തരുന്ന വലിയൊരു ഉൾക്കാഴ്ചയുണ്ട്. കവർച്ചക്കാരനും സമരിയാക്കാരനും എനിക്ക് വെളിയിലല്ല, എനിക്കുള്ളിൽ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ കവർച്ചക്കാരന്റെ റോൾ എടുക്കും, ചിലപ്പോൾ സമരിയാക്കാരൻ്റെയും. ഉപമയിൽ വായിച്ചു കേട്ട കഥാപാത്രങ്ങളിലെ ആരുടെ റോളാണ് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനൊരു കവർച്ചക്കാരനാണോ? ജീവിത പങ്കാളിയെ, കുടുംബാംഗങ്ങളെ, സതീർത്ഥ്യരെ, സഹപ്രവർത്തകരെ എല്ലാം വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ചെയ്തികൾ കൊണ്ടും മുറിവേൽപ്പിക്കുന്നവനാണോ? അതോ മുറിവേറ്റവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അവരുടെ വേദനകൾ ശ്രവിച്ച് അവരുടെ മുറിവുകൾ വച്ചു കിട്ടുന്ന സമരിയാക്കാരനാണോ? ഈശോ ഒരു സമരിയാക്കാരനെ പോലെയായിരുന്നു. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ഗരസേനരുടെ നാട്ടിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് സ്വയം മുറിവേൽപ്പിച്ച് ആർക്കും സഞ്ചരിക്കാനാവാത്ത വിധം പിശാചിനാൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെ വിമോചിപ്പിക്കാൻ വേണ്ടി ഗരസേനരുടെ നാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോ, ധനാസക്തി കൊണ്ട് മുറിവേറ്റ സക്കേവൂസിനെ തേടി നടക്കുന്ന ഈശോ, ജഡിക സുഖത്താൽ മുറിവേറ്റ പാപിനിയായ സ്ത്രീയെ വിമോചിപ്പിക്കുന്ന ഈശോ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ആവോളം നാം അനുഭവിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യവും എൻ്റെ വാക്കും എൻ്റെ ചെയ്തികളും അപരൻ്റെ മുറിവിനെ സൗഖ്യപ്പെടുത്തുന്നതാകട്ടെ. കരങ്ങൾ രണ്ടും നമുക്ക് തുറക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർക്ക്, ഞങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലുള്ളവർക്ക്, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് മുറിവണക്കുന്ന, സമയം ചെലവഴിക്കുന്ന, സൗഖ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന സമരിയാക്കാരനാകാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ. സഹോദര സ്നേഹത്തിൻ്റെ ഒരു കൃപ ഞങ്ങളിലേക്ക് ഈ സമയം നീ ഒഴുക്കണമേ പിതാവേ. നോമ്പിൻ്റെ ദിനങ്ങൾ പരിപൂർണമാക്കപ്പെടുന്നത് ഞങ്ങളിൽ സഹോദര സ്നേഹം നിറഞ്ഞു കവിയുമ്പോഴാണ്. ദൈവമേ, ഞങ്ങൾ പുഞ്ചിരിക്കാത്തത് കൊണ്ട്, ഞങ്ങൾ സംസാരിക്കാത്തത് കൊണ്ട്, ഞങ്ങൾ ശ്രവിക്കാത്തത് കൊണ്ട് കുനിഞ്ഞ ശിരസ്സുമായി വാടിയ മുഖത്തോടെ നടക്കുന്നവരുണ്ടല്ലോ. ദൈവമേ, ഞങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരെ പരിഗണിക്കാനുള്ളൊരു അഭിഷേകം ഇപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഇപ്പോൾ സന്ദർശിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മതിയാവോളം നീ ഇപ്പോൾ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, പറന്നിറങ്ങണമേ. കുരിശിന്റെ വഴിയിൽ കരയാനെളുപ്പമാ, എൻ പിഴയോർത്തു കരയാനാവുന്നില്ല. കുരിശിന്റെ വഴിയിൽ കരയാനെളുപ്പമാ, എൻ പിഴയോർത്തു കരയാനാവുന്നില്ല. നോമ്പിൻ്റെ ദിനങ്ങളിൽ ഉരുകാനെളുപ്പമാ, ജീവിതം നോമ്പാക്കാനാവുന്നില്ല. നോമ്പിൻ്റെ ദിനങ്ങളിൽ ഉരുകാനെളുപ്പമാ, ജീവിതം നോമ്പാക്കാനാവുന്നില്ല. മരക്കുരിശേവം വഹിക്കാനെളുപ്പമാ, ജീവിതം ബലിയാക്കാനാവുന്നില്ല. മരക്കുരിശേവം വഹിക്കാനെളുപ്പമാ, ജീവിതം ബലിയാക്കാനാവുന്നില്ല. പരിഹാരമൊരുപാടു ചെയ്യുന്നുവെങ്കിലും പാപം ഉപേക്ഷിക്കാനാവുന്നില്ല.
പരിഹാരമൊരുപാട് ചെയ്യുന്നുവെങ്കിലും പാപം ഉപേക്ഷിക്കാനാവുന്നില്ല. അനുതാപമേ കേണമേ എന്നിൽ, അനുതാപമേ കേണമേ, അനുതാപമേ കേണമേ എന്നിൽ, അനുതാപമേ കേണമേ, അനുതാപമേ കേണമേ എന്നിൽ, അനുതാപമേ കേണമേ. ആത്മീയ ജീവിതത്തിൽ നാം അനുദപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉപേക്ഷയാലുള്ള പാപങ്ങൾ. സഹായമർഹിക്കുന്നവരിൽ നിന്ന്, മുറിവേറ്റവരിൽ നിന്ന് മനഃപൂർവം ഒഴിഞ്ഞു മാറി നടക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കവർച്ചക്കാരാൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് പ്രഹരിക്കപ്പെട്ട് അർദ്ധപ്രാണനായി വഴിയരികിൽ കിടന്ന മനുഷ്യൻ, അയാളെ അവഗണിച്ചു പോയവനാണ് പുരോഹിതൻ. ലേവായനും അതുവഴി കടന്നുപോയെങ്കിലും ആ മനുഷ്യനെ, മുറിവേറ്റവനെ അവഗണിച്ചു. സഹോദരങ്ങളെ, മുറിവേറ്റവർ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, നമ്മുടെ പരിചയത്തിലുണ്ടാകാം, നമ്മുടെ അയൽപക്കങ്ങളിലുണ്ടാകാം, നമ്മുടെ ഇടവകയിലുണ്ടാകാം. കൺമുൻപിൽ കണ്ടിട്ടും സഹായം അർഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ടും പുരോഹിതനെ പോലെയും ലേവായനെ പോലെയും ഞാൻ വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് കരുണ മാത്രം പ്രദർശിപ്പിക്കുന്ന നല്ല ദൈവത്തോട് നമുക്ക് ഈ സമയം മാപ്പ് ചോദിക്കാം. ദൈവമേ, നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹം, നിന്റെ ഹൃദയത്തിൻ്റെ കരുതൽ, നിന്റെ ഹൃദയത്തിൻ്റെ കരുണ ഇപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. സഹോദര സഹോദരി, നീയൊന്ന് പുഞ്ചിരിച്ചാൽ, നീയൊരു പ്രോത്സാഹന വാക്ക് പറഞ്ഞാൽ, നീയൊന്ന് ആശ്വസിപ്പിച്ചാൽ, നീയൊന്ന് ശ്രവിച്ചാൽ, നീ അല്പസമയം ചെലവഴിച്ചാൽ ബലപ്പെടുന്ന ജീവിതങ്ങൾ കുടുംബങ്ങളിലുണ്ട്, സുഹൃത്തുക്കളിലുണ്ട്, നിന്റെ ചാർച്ചക്കാരിലുണ്ട്. വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ദൈവമേ, എന്നിലെ സമരിയാക്കാരനെ ഉണർത്തണമേ, എന്നിലെ സമരിയാക്കാരനെ അഭിഷേകം ചെയ്യണമേ, കവർച്ചക്കാരനെ നിർവീര്യമാക്കണം. രണ്ട് കരങ്ങളും തുറന്ന് കർത്താവിന്റെ വലിയ കരുണ ഈ സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തിജീവിതങ്ങളിലേക്ക് ഒഴുകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ. രണ്ട് കരങ്ങൾ നമുക്ക് ഈ സമയം സ്വർഗത്തിലേക്ക് ഉയർത്താം. നോമ്പിന്റെ ദിനങ്ങളാണ്. പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യാൻ, സഹോദരനെ കുടപ്പിറപ്പനെന്നതുപോലെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേകം ഈ സമയം നമുക്ക് നൽകട്ടെ. സാധിക്കുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ആദരവും ഹൃദയവും തുറന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, നന്ദി പറയുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. സഹോദര സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. ദൈവകാരുണ്യത്തിന്റെ അഭിഷേകം നിറയട്ടെ. സ്വാർത്ഥത നിർവീര്യമാകട്ടെ. ഈശോയുടെ കരുണയെ അനുഭവിക്കുന്ന ഞങ്ങൾ അതേ കരുണ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്വാർത്ഥതയുടെ കെട്ടുകളും ഈ സമയം അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിപരീത ചിന്തകളും ഈ സമയം അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വാർത്ഥതയുടെ ചിന്തകളും, ഞാൻ എന്ന ഭാവവും, അഹങ്കാരത്തിന്റെ കെട്ടുകളും ഈ സമയം അഴിയട്ടെ.
വലിയ നോമ്പിന്റെ വലിയൊരു അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ജീവിതം രൂപാന്തരപ്പെടുന്ന ഈ അഭിഷേകം നിറയട്ടെ. ഹാല 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 ഹാല. കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ. കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ. സഹോദരങ്ങളെ, തൻ്റെ ആരുമല്ലാതിരുന്നിട്ടും ഈ സമരിയാക്കാരനായ മനുഷ്യൻ മുറിവേറ്റവന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറായി. നമുക്കറിയാം, കവർച്ചക്കാര് ഒരു മുറിവേറ്റവരാണ്. അവരാൽ വീണ്ടും മുറിവേൽപ്പിക്കപ്പെട്ടവനായിരുന്നു ഈ യാത്രക്കാരൻ. പക്ഷെ സമരിയാക്കാരന്റെ ഉള്ളിലെ നന്മ തിന്മ കൊണ്ടുവന്ന മുറിവിനെ ഇല്ലായ്മ ചെയ്തു. നമുക്ക് ചുറ്റും തിന്മ പെരുകുന്നത് കാണുമ്പോൾ, മുറിവേറ്റവർ വർദ്ധിക്കുന്നത് കാണുമ്പോൾ അതിനെ നോക്കി നിന്ന് വിമർശിക്കുക എളുപ്പമാണ്. എന്നാൽ തിന്മ വിതയ്ക്കുന്ന തിന്മയെ ഉള്ളിലെ നന്മയുടെ ഇത്തിരി വെട്ടം കൊണ്ട് നിർവീര്യമാക്കുന്നവരാണ് യഥാർത്ഥ ക്രൈസ്തവർ. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ തിന്മ പെരുകുന്നത് കാണുമ്പോൾ അതിനെ കൈചൂണ്ടി വിമർശിക്കുന്നതിനപ്പുറം ഉള്ളിൽ നിറയുന്ന ക്രിസ്തുവിന്റെ പ്രകാശം കൊണ്ട് ആ തിന്മയുടെ ശക്തിയെ കുറയ്ക്കാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്. തിന്മ പെരുകും, പക്ഷേ ഉള്ളിൽ ക്രിസ്തുവിന്റെ പ്രകാശമുണ്ടെങ്കിൽ ആ തിന്മയെ ഉള്ളിലെ നന്മ കൊണ്ട് അതിജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. സമരിയാക്കാരൻ ചെയ്തത് അതാണ്. തിന്മ കൊണ്ട് മുറിവേറ്റവനെ തൻ്റെ ഉള്ളിലെ നന്മ കൊണ്ട് സുഖപ്പെടുത്തി. ദിവികാരണി ഈശോയെ തിന്മ പെരുകുന്നത് കാണുമ്പോൾ ഉള്ളിലെ ക്രിസ്തുവിന്റെ പ്രകാശം കൊണ്ട് അതിനെ നിർവീര്യമാക്കാനുള്ള വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഞാൻ വിചാരിച്ചാൽ സമൂഹത്തിൽ ചില കാര്യങ്ങൾ മാറും. ഞാൻ വിചാരിച്ചാൽ എൻ്റെ കുടുംബത്തിലെ ചില മേഖലകളിൽ വ്യത്യാസം വരും. ഞാൻ മനസ്സ് വെച്ചാൽ ചില ജീവിതങ്ങൾ മാനസാന്തരപ്പെടും. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ, ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. കണ്ണീരെല്ലാം കാണിക്കയാക്കി നിൻ മുൻപിൽ നിൽക്കുന്നു ഞാൻ. നിന്റെ സ്നേഹം അലിവോടെ നീ എന്നുള്ളിൽ ചൊരിയണമേ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. ഈശോയുടെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ, കുറവുകളെ വലുതാക്കി ചൂണ്ടിക്കാണിക്കാതെ, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഇത്തിരി വെട്ടത്തിൽ നമ്മുടെ നന്മ കൊണ്ട് അതിനെ തുടച്ചു നീക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബലം തരട്ടെ. ഒരു നല്ല സമരിയാക്കാരനാകാൻ ദൈവമേ എനിക്ക് കൃപ തരണം. കവർച്ചക്കാരനും സമരിയാക്കാരനും എന്നിൽ തന്നെയാണ്. ഈശോയെ, എൻ്റെ ഓരോ പ്രവൃത്തിയും, എൻ്റെ ഓരോ സംസാരവും, എൻ്റെ ഓരോ നോട്ടവും മുറിവേറ്റവരുടെ മുറിവിനെ സുഖപ്പെടുത്തുന്നതാകട്ടെ. രണ്ട് കരങ്ങളും കൂപ്പി പരസ്നേഹത്തിൻ്റെ വലിയൊരു കൃപ,
അഭിഷേകം പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാം. അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ. കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഈശോയേ, ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,